നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസ്റ്റഡിയിൽ കിട്ടിയ അർജുൻ ആയങ്കി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവിതം നശിപ്പിച്ച ആളായതിനാലാണ് കോതമംഗലം സിഐക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതെന്ന് അർജുൻ ആയങ്കി. കേരള പോലീസിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ആയങ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അർജുൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടയിൽ ഒരു ഭയവുമില്ലെന്നും ചാകാനും തയ്യാറാണെന്നും അർജുൻ ആയങ്കി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പറയേണ്ട കാര്യങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ചതല്ല, ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും ആയങ്കി പറഞ്ഞു. പോലീസിനെയും സർക്കാരിനെയും ദിവസങ്ങളായി കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആയങ്കിയെ ഇന്ന് പുലർച്ചെ 2:30 അഭിഭാഷകയുടെ വീട്ടിൽ വെച്ച DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ആയങ്കിയെ ഓടിച്ച് പിടികൂടി എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കടലിൽ കാണാതായവരെ കിട്ടിയോ എന്നതായിരുന്നു കസ്റ്റഡിയിൽ എടുത്ത ഉടനെ അർജുൻ ചോദിച്ചത്. കോതമംഗലത്ത് നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും തുടർന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നതിനും പിന്നാലെ അവിടുത്തെ SHOയെ ഭീഷണിപ്പെടുത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് അർജുനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. കൂടാതെ ആഭ്യന്തര വകുപ്പിനെയും മന്ത്രിയെയും വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിലും ഇയാൾക്കെതിരെ കേസുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ താൻ വെല്ലുവിളിച്ചതല്ല, താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് അർജുൻ ആയങ്കി പറയുന്നത്. എന്തായാലും അർജുന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും അർജുനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു എന്ന് പറഞ്ഞ പോലെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോസ്റ്റുകൾ വലിയ ചർച്ചയായത്. ആ തീ ഇപ്പോൾ ഇതാ അണഞ്ഞിരിക്കുകയാണ്, ആഭ്യന്തര വകുപ്പ് കെടുത്തിയിരിക്കുകയാണ്. ആ പ്രതികരണം കൂടി കേൾക്കാം. എന്നെ വെടിവെച്ചിടാനൊക്കെയാണ് ഇവർ പറയുന്നത്. വെടിവെച്ചിടാം എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് വന്ന് കീഴടങ്ങുന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ ചാവാൻ തീരുമാനിച്ച ഒരാളാണ്. ചാവാൻ തീരുമാനിച്ച ഒരാൾക്ക് എങ്ങനെ എത്താറെന്താ? എന്റെ ജീവിതം നഷ്ടപ്പെട്ടതല്ലേ? എന്റെ ജീവിതം എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അയാൾക്ക് പിന്നെ എങ്ങനെ വെടികൊണ്ട് മരിക്കണോ, സയനൈഡ് കഴിച്ച് മരിക്കണോ, പൊട്ടിത്തെറിക്കണോ എന്നെല്ലാം അയാൾ തീരുമാനിക്കും. അപ്പോൾ ഞാൻ ഒരാളെയും വെല്ലുവിളിക്കാനല്ല. വെല്ലുവിളിച്ചത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നില്ല. ആഭ്യന്തരമന്ത്രി എന്തിനാ വെല്ലുവിളിച്ചത്? എനിക്കെതിരെ എടുത്ത കള്ള കേസ് അത് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മന്ത്രിയോട് ഒരു കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെ വെല്ലുവിളിയാവുക? ഒരു കള്ളക്കേസല്ലേ? ഒരു മനുഷ്യനല്ലേ പറയുന്നത്? മനുഷ്യനല്ലേ? പാർട്ടിയൊക്കെ പിന്നീടാവാം. ഒരു മനുഷ്യനാ കള്ളക്കേസ് കുടുക്കി അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ നശിപ്പിച്ച ഒരു സംഭവത്തെ പുനരന്വേഷിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ചെയ്യാൻ വേണ്ടി അയാൾ മുന്നോട്ടേക്ക് വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ താങ്കൾക്കൊരു പൊന്നാടി അണിയിക്കും, ഒരു ഉമ്മ തരും എന്നത് എന്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞതാണ്. മൂപ്പർ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അതൊന്ന് പുനരന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ നേരിട്ട് പോയി പൊന്നാടി അണിയിക്കുന്ന പറഞ്ഞാൽ എന്റെ മനസ്സിൽ തട്ടിയ കാര്യമാണ്. കാരണം അത്രയും നമ്മളെ ബുദ്ധിമുട്ടിച്ച, ദ്രോഹിച്ച, താറുമാറാക്കിയ ഒരു സംഭവമാണത്. മനസ്സിലായല്ല? അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ആ CIയോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ആ ജീവിതം നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് അതിനുള്ള മറുപണി എന്തായാലും അത് ചെയ്തിട്ടേ ഇനി വേറെ എന്ത് പണി എടുക്കുമെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ഇറങ്ങി വന്നത്. ഒരാളെ ദ്രോഹിക്കുന്ന നിയമം വെച്ച്, അയാളുടെ അധികാരം വെച്ച് ഒരാളെ ദ്രോഹിക്കുമ്പോൾ, അയാളുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ നിരപരാധികൾ വേട്ടയാടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വികാരം അതിന് പക്വത ഉണ്ടാവണമെന്നില്ല. അത് കോടതിയിൽ നിന്ന് പോലും അയാളെ ഹാബിച്വൽ ഒഫൻഡർ എന്നെ പറയുന്ന ഹാബിച്വൽ ഒഫൻഡർ എന്നാണ്. നന്നാവാൻ തീരുമാനിച്ച ഒരാൾക്ക് സ്വയം നവീകരിക്കപ്പെട്ട് ഈ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി, പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമില്ലേ ഈ നാട്ടിൽ? വൺസ് എ ക്രിമിനൽ ഓൾവേസ് എ ക്രിമിനൽ. മരിക്കുന്നവരെ ഞാൻ ക്രിമിനൽ ആവുക, അല്ലെ എന്നെ മരിക്കുന്നവരെ ക്രിമിനൽ ആക്കി കൊല്ലുക എന്നുള്ളതാണോ കേരള പോലീസിന്റെ ഉദ്ദേശം?